അപ്പം നമുക്ക് തിരിച്ച് പോകുന്നതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് തിരിച്ച് ഡെറാഡൂണി വന്നതിന് ശേഷമാണ്. എപ്പോഴും ഞങ്ങളുടെ പാക്കിംഗ് മുതലാളി അച്ഛനാണ്. കാരണം അച്ഛൻ പുറത്തായിരുന്നല്ലോ, അപ്പോൾ പുള്ളിക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനറിയാം. സത്യം പറഞ്ഞാൽ ഞാനിതെല്ലാം ആദ്യം എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നാണ് അല്ല ചെയ്യോ വീഡിയോ എടുത്തില്ലെന്ന് വീണ്ടും അത് ഒന്നുകൂടെ വാരി ഇറക്കി വീണ്ടും വീഡിയോ എടുക്കുവാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല, കാരണം ഞങ്ങൾ 1 മന്തേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ വേറെ ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ട്രെയിനകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്നാക്സും നട്ട്സും ഒക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഞാനും അമ്മയും കണ്ണനുണ്ണിയല്ലേ ഉള്ളൂ. അപ്പം എങ്ങനെ ആവും എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം പാക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ക്ലീനാക്കി. ഞാനെല്ലാം ക്ലീനാക്കി. അമ്മ എനിക്ക് ഉച്ചയ്ക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഉറങ്ങേണ്ടി വന്നപ്പോഴത്തേക്ക് പാവം എല്ലാം ക്ലീനാക്കി. ഇനി അമ്മാമ്മയും അച്ഛനും അല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഫുള്ള് ക്ലീനാക്കി. ഇനി കുറച്ച് ഐറ്റംസ് കൂടെ മേടിക്കാൻ പോകണം. അതുകൂടെ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞ് ബാഗിനകത്ത് വെച്ചാൽ മതി. ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് ട്രെയിൻ. കൊല്ലത്ത് നിന്നാണ്. ഇതുവരെ കൺഫേം ആയിട്ടില്ല, അത് വേറൊരു കാര്യം. കൺഫേം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാനും അമ്മയും കുഞ്ഞേ ഉള്ളു. കുറേ പേർ ചോദിച്ചായിരുന്നു ചേട്ടൻ വരുമോ എന്നൊക്കെ. ചേട്ടൻ വരത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് പോവുക. ചേട്ടൻ ഋഷികേശിലോട്ട് വരും. ഒരു ട്രെയിനേ ഉള്ളൂ, അതായത് കണക്റ്റഡ് അല്ല. അപ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ, കയറി ഇരുന്നാൽ മതിയല്ലോ. പിന്നെന്താ, പിന്നെ അപ്പം നമുക്ക് വഴിയുള്ള വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബൈ. അപ്പോൾ ഇനി ഉടനെ ഞാൻ വരും തിരിച്ച്. ഞങ്ങൾ ലീവിനായിട്ട് അമ്മയായിട്ടൊരു 1 മന്തിന് പോവുകയാണ്. ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണാനും. അമ്മ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ്. പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് ഒരു ചെറിയ ട്രിപ്പ് പോലെ, അത്രേ ഉള്ളൂ. ഒരു 1 മന്ത് ട്രിപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് തന്നെ ഞങ്ങൾ വരും. പിന്നെ ഞാനും ചേട്ടനും മോനോടെ ഇനി പിന്നെ പോത്തുള്ളൂ. അപ്പം നമുക്ക് വരുന്ന വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ വീട്ടിലെ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുന്ന പോലെ രാത്രി പിന്നെ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. വീട്ടിലച്ഛന് കണ്ണിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ വന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും സിംബായും ആണ് ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് വന്നത്. കണ്ണനുണ്ണിയെ ഉറങ്ങിക്കിടന്ന ആ ഒരു വേഷത്തെ തന്നെ എടുത്തുകൊണ്ട് പോരുന്നത്. പിന്നെ അവനെ വന്നിട്ട് റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ലഗേജ് നമ്മൾ തന്നെ എടുത്ത് വെച്ചത്. കാരണം ഇതിനകത്ത് ഓൾമോസ്റ്റും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്, കാരണം സിംബായെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ വന്ന്. അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെയും 1 മന്തല്ലേ ഉള്ളൂ. പിന്നെ നന്ദുവിനെ കാണുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം 2 മാസമേ ഉള്ളു പോയിട്ടെങ്കിലും എന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സിംബായ്ക്ക് ട്രെയിനകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അച്ഛൻ ഈ പറയുന്നത് കൊച്ചിനെ നോക്കിക്കോണമെന്നാണ്. അപ്പം നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പോൾ ബൈ.